എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകുകയാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും, പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും, മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ടയും, നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും, അധികമായിട്ട് സ്പെഷ്യൽ അരിയായി 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഇതിന്റെ വിതരണമാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വെള്ള റേഷൻ കാർഡുകാർ അത് വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള റേഷൻ കാർഡുകാർ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. മുൻഗണനാ റേഷൻ കാർഡുകാരൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ വീടുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം. എന്തുകൊണ്ടാണോ മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കാര്യം. മരണപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ ഒഴിവാക്കുന്നതിനും വിദേശത്തുള്ള ആളുകളെ NRKയിൽ രേഖപ്പെടുത്തുന്നതിനും നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെ ഈ വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ 10% ഉണ്ട്. മൊത്തം റേഷൻ കാർഡിലെ 10% ആളുകളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത്. NRK വിഭാഗത്തിൽ ഉള്ള ആളുകളെ NRKയിലേക്ക് മാറ്റി താൽക്കാലികമായി മരവിപ്പിച്ച് വരുന്ന സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ചെല്ലുന്ന സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പുറത്തു പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവിടുന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഉദ്യോഗസ്ഥർ ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെല്ലുന്ന പരിശോധനയിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുന്ന നടപടിയും പിഴ നടപടിയും ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും എനിക്ക് കാണാൻ ദൂരേക്കും. ബൈ.